പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ തിരുമുമ്പിലിരുന്ന് തിരുവായിൽ നിന്ന് കേൾപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന കർത്താവിന് നന്ദി പറയാം. നാം ഈ കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളിലായി കേട്ടുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ട ഒരു ദൈവവൈതലൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കടമകൾ, നിർവഹിക്കേണ്ട ചുമതലകളെക്കുറിച്ചാണ്. 4 ചിന്തകൾ 2 പ്രാവശ്യമായി അപ്പോസ്തലനായ പൗലൂസ് നമുക്ക് വരച്ചു വെച്ച് തന്നത് റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് നാം പഠിച്ചത് മറന്നിട്ടില്ല എന്ന് വിചാരിക്കട്ടെ. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട, വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതലൻ്റെ ജീവിതത്തിൽ വ്യക്തമായ ചില ചുമതലകളുണ്ട് എന്ന് മറക്കരുത്. 5-ാമത്തെ ചുമതല അപ്പോസ്തലനായ പൗലൂസ് വരച്ചു വയ്ക്കുന്നത് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 21 വരെ തിരുവചനങ്ങളിലാണ്. അപ്പോസ്തലൻ പറയുന്നു, നിൻ്റെ ശത്രുവിനോട് ഒരിക്കലും നീ പ്രതികാരം ചെയ്യരുത്. നിൻ്റെ ശത്രുവിനോട് ഒരിക്കലും നീ പ്രതികാരം ചെയ്യരുത്. ശത്രുവിനോട് പ്രതികാരം ചെയ്യാതിരിക്കുന്നതാണ് ഒരു ദൈവവൈതലൻ്റെ, രക്ഷിക്കപ്പെട്ട ദൈവവൈതലൻ്റെ 5-ാമത്തെ കടമയായി അപ്പോസ്തലൻ പറയുന്നത്. വായിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിൻ്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. വളരെ മനോഹരമായ ഒരു ചിന്തയാണ് നമ്മുടെ കടമകളിൽ 5-ാമത്തേതായി അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ബഹുഭൂരിപക്ഷം പേരും പ്രതികാരദാഹികളാണ്. ഈ പ്രതികാരദാഹം ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിൽ കാണുകയില്ലെന്ന്, പകരം ചോദിക്കാനോ പക വീട്ടാനോ ഉള്ളതായ വാശി ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിൽ കാണുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് അടിവരയിട്ട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമം ന്യായപ്രമാണത്തിലാണ് ഊന്നി നിന്നത്. ന്യായപ്രമാണത്തിലെ നീതി എന്താണെന്ന് നമുക്കറിയാം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, പ്രാണന് പകരം പ്രാണൻ. ഇതാണ് ന്യായപ്രമാണത്തിലെ നീതി. എന്ന് വച്ചാൽ ഒരാൾ വേറൊരാളുടെ കണ്ണ് തല്ലിപ്പൊട്ടിച്ചാൽ കണ്ണ് നഷ്ടപ്പെട്ടവനോ കണ്ണ് നഷ്ടപ്പെട്ടവൻ്റെ ആളുകൾക്കോ ഈ ഉപദ്രവം ചെയ്തവനെ വേട്ടയാടി പിടിച്ച് അവൻ്റെ കണ്ണ് തല്ലിപ്പൊട്ടിച്ച് പകരം വീട്ടാം. അങ്ങനെ നീതി നടപ്പിലാക്കാം. ഇനി ഒരുവൻ വേറൊരുവൻ്റെ പല്ല് തല്ലിക്കൊഴിച്ചാൽ പല്ല് നഷ്ടപ്പെട്ടവനോ അവൻ്റെ ആളുകൾക്കോ ഈ ഉപദ്രവം ചെയ്തവനെ വേട്ടയാടി പിടിച്ച് അവൻ്റെ പല്ല് പകരമായി തല്ലിക്കൊഴിച്ച് പകരം വീട്ടാം. അങ്ങനെ നീതി നടപ്പാക്കാം. ഇനി ഒരാൾ വേറൊരാളെ കൊല ചെയ്താൽ കൊല്ലപ്പെട്ടവൻ്റെ ആളുകൾക്ക് കൊലപാതകിയെ വേട്ടയാടി പിടിച്ച് പകരം അവനെ കൊല ചെയ്ത് നീതി നടപ്പാക്കാം. ഇതാണ് ന്യായപ്രമാണത്തിലെ നീതി. എന്നാൽ യേശു ക്രിസ്തു ലോകത്തിന് മുമ്പിൽ ന്യായപ്രമാണത്തിന് പകരം മറ്റൊരു പ്രമാണം അവതരിപ്പിച്ചു. ആ പ്രമാണത്തിൻ്റെ പേര് സ്നേഹപ്രമാണമെന്നാണ്. ന്യായപ്രമാണം കണ്ണിന് പകരം കണ്ണ്, പ്രാണന് പകരം പ്രാണൻ, പല്ലിന് പകരം പല്ല് എന്ന് പറയുമ്പോൾ സ്നേഹപ്രമാണം പറയുന്നത് നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിൻ്റെ ഒരു ചുവട്ടത്തടിക്കുന്നവന് മറുചുവട്ടം കാണിച്ചു കൊടുക്കുക, നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്നാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നീ അവനോട് പ്രതികാരം ചെയ്യുന്നു, നീ അവൻ്റെ തലയിൽ തീക്കനൽ കോരിയിടുന്നു എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പ്രതികാരത്തിൻ്റെ പുതിയ മേഖലയാണ് കർത്താവ് വരച്ചു വയ്ക്കുന്നത്. എന്നാൽ ആ പ്രതികാരത്തെ പ്രതികാരമെന്നല്ല വിളിക്കുന്നത്.
പകവീട്ടിലെന്നല്ല വിളിക്കുന്നത്. അതിനെ ഒരു പുതിയ മാനം കൊടുത്ത് കർത്താവ് വിളിക്കുകയാണ്. ആരോടും പ്രതികാരം ചെയ്യരുത്. ശത്രുവിനോട്, നിന്നെ ഉപദ്രവിച്ചവരോട്, നിൻ്റെ സാധ്യത തട്ടിപ്പറിച്ചെടുത്തവരോട്, നിന്നെ വേട്ടയാടിയവരോട്, നിന്നെ വെല്ലുവിളിച്ചവരോട്, നിൻ്റെ വസ്തു കൈവശപ്പെടുത്തിയവരോട്, നിന്നെ മുറിവേൽപ്പിച്ചവരോട്, നിന്നെ അപമാനിച്ചവരോട്, നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞവരോട് നീ പ്രതികാരം ചെയ്യരുത്. നമുക്ക് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരു സംഗതിയാണത്. പ്രതികാരം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിനാണ് നാം വെമ്പൽ കൊള്ളുന്നതെങ്കിൽ, നാം രക്ഷിക്കപ്പെട്ടു എന്ന് നാം ഇനി അവകാശപ്പെടരുത്. നാം നീതീകരണം പ്രാപിച്ചു എന്ന് നാം അവകാശപ്പെടരുത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് തൻ്റെ ശത്രുവിനോട് പ്രതികാരം ചെയ്യാൻ കഴിയില്ല എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പ്രയാസമുണ്ടാക്കുന്ന ഒരു വിഷയമാണിത്. നാം സ്നേഹപ്രമാണത്തിൻ്റെ അവകാശികളാണെന്ന് പറയുമ്പോഴും ന്യായപ്രമാണത്തിനു വേണ്ടി നാം ജീവിക്കുന്നത് അപകടകരമാണ്. ഇന്ന് നാം പാലിക്കുന്നത് ന്യായപ്രമാണമാണ്, അവകാശപ്പെടുന്നത് ഞാൻ സ്നേഹപ്രമാണത്തിൻ്റെ ആളാണ് എന്നാണ്. ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകില്ല. അതുകൊണ്ട് ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കണം. പ്രായോഗിക ക്രൈസ്തവ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് വളരെയധികം പരിശോധന കഴിക്കേണ്ട ഒരു ജീവിതമാണ്. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ലോകത്ത് ആർക്ക് ജീവിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവർ, ക്രിസ്ത്യാനി എന്ന് പേരുള്ളവർ കോടിക്കണക്കിനുണ്ട്. ക്രിസ്ത്യാനികൾ വിരലിലെണ്ണാവുന്നത്രേ ഉള്ളൂ. ഇതാണ് നാം പരിശോധിക്കപ്പെടേണ്ടത്. ആ വിരലിലെണ്ണാവുന്ന കൂട്ടത്തിൽ ഞാനും കാണുമോ? അത് പ്രയാസകരമാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് സമ്മതിക്കുമ്പോൾ ആ പ്രയാസങ്ങൾ സഹിച്ചും ഉത്തമ ക്രിസ്ത്യാനിയായി സ്വയം തീരാൻ തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. സ്വന്തം ജീവിത പങ്കാളിയോട് പോലും പൊറുക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല. പകയോടെ, വെറുപ്പോടെ പക വീട്ടാനുള്ളതായ എല്ലാ സാധ്യതയും അന്വേഷിക്കുകയാണ്. ഇന്ന് പല ഭർത്താക്കന്മാരും ഭാര്യയെ അങ്ങേയറ്റം പരാജയപ്പെടുത്താൻ വേണ്ടി ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുകയാണ്, അല്ലെങ്കിൽ അന്വേഷിക്കുകയാണ്. പല ഭാര്യമാരും തിരിച്ച് ഭർത്താക്കന്മാരെ ഏത് വിധേനയും താളടിയാക്കാൻ, മുട്ടിലിഴയുമാറാക്കാൻ അവർ വേട്ടപ്പട്ടിയെപ്പോലെ അവരെ പിന്തുടരുകയാണ്. സ്വന്തം മക്കളോട് മാതാപിതാക്കളോട് മക്കളും ഇത് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് സമൂഹത്തിൽ നമുക്ക് ആരുമല്ലാത്തവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുക? അവിടെയാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ആയി എന്ന്, ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തിന് പുതിയ മാനമുണ്ടായി എന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നത്. ഈ അടയാളപ്പെടുത്തലാണ് ഇന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. കഴിയും പ്രിയപ്പെട്ടവരെ. യഥാർത്ഥത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പാൻ, ശപിക്കാതെ അനുഗ്രഹിപ്പാൻ നമുക്ക് കഴിയണം. എപ്പോൾ? ക്രിസ്തു നമ്മളിൽ രൂപപ്പെട്ടു എന്ന് ഉറപ്പ് വരുമ്പോൾ, വിശ്വാസത്താലുള്ള നീതീകരണം നമ്മുടെ അവകാശമായി മാറുമ്പോൾ, ആമേൻ, നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെന്ന ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മളെ ഉപദ്രവിച്ചവരെ അനുഗ്രഹിക്കാൻ നമുക്ക് കഴിയും, ശപിക്കാതെ അനുഗ്രഹിപ്പാൻ നമുക്ക് കഴിയും. വീണ്ടും പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുവാനും കരയുന്നവരോടുകൂടെ കരയുവാനും നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റമുണ്ടാകും. വീണ്ടും പ്രിയപ്പെട്ടവരെ, തമ്മിൽ ഐകമത്യമുള്ളവരായി അഹങ്കാരം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവാൻ നമുക്ക് കഴിയും. സ്വയം ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കാതെ, ഞാൻ യോഗ്യനെന്ന് വിചാരിക്കാതെ താഴ്ന്നിരിപ്പാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, വീണ്ടും അപ്പോസ്തലൻ പറയുന്നത്, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. ഉപദ്രവിക്കുന്നവരെ തിരിച്ച് ഉപദ്രവിക്കാൻ വളരെ എളുപ്പമാണ്. വേട്ടയാടുന്നവരെ തിരികെ വേട്ടയാടാൻ വളരെ എളുപ്പമാണ്. എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ ഒരാളെക്കുറിച്ച് തിരികെ അപവാദം പറയാൻ വളരെ എളുപ്പമാണ്. എന്നെ മുറിവേൽപ്പിച്ച ഒരാളെ തിരികെ മുറിവേൽപ്പിക്കാൻ എനിക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ എന്നെ മുറിവേൽപ്പിച്ച ഒരാളെ അനുഗ്രഹിക്കാൻ എനിക്ക് എളുപ്പമല്ല. എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ ഒരാളെക്കുറിച്ച് നല്ലത് പറയാൻ എനിക്ക് എളുപ്പമല്ല. എൻ്റെ അവകാശം കവർന്നെടുത്ത ഒരാളെക്കുറിച്ച് നന്മ മാത്രം പറയാൻ എനിക്ക് എളുപ്പമല്ല.
ഈ എളുപ്പമല്ലാത്തത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ഒരിക്കൽ കൂടെ ആ വാക്കാവർത്തിക്കാം. ഈ എളുപ്പമല്ലാത്തത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ഭയപ്പെട്ടാരും ക്രിസ്തീയ ജീവിതം വിട്ടുപോകരുത്. ഇത് ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിക്കുക. ആരെയും ശത്രു എന്ന് എണ്ണരുത്. ആരെയും ശത്രുക്കളുടെ പട്ടികയിൽ പെടുത്തരുത്. ആരെയും പിന്തുടർന്ന് വേട്ടയാടരുത്. ആരോടും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തരുത്. മനഃപൂർവമായി വിനയപ്പെടുക, താഴ്മ ധരിക്കുക എന്ന് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നു. അഹങ്കാരമാണ് പലപ്പോഴും ക്ഷമിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഉന്നതഭാവമാണ് പലപ്പോഴും പ്രതികാരം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. തോറ്റു എന്ന് സമ്മതിക്കാനുള്ള മനസ്സില്ലായ്മയാണ് നമ്മളെ അക്രമികളാക്കുന്നത്. ഒരു പരാജിതനെ പോലെ കുരിശിൽ തലചായിച്ചവനായി യേശു പരാജയപ്പെടുകയല്ല ചെയ്തത്. ലോകത്താർക്കും സാധ്യമാകാത്ത ഒരു ചരിത്രമെഴുതി വിജയിയാണ് താനെന്ന് പ്രഖ്യാപിക്കുകയത്രേ ചെയ്തത്. ആ യേശുവിനെ പിന്തുടരുന്നവരെന്ന നിലയിൽ, യേശുവിനെ ഉൾക്കൊണ്ട ദൈവമക്കളെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ അതേ രൂപത്തിൽ ആയിത്തീരുവാൻ നമുക്ക് കഴിയണം. പ്രയാസകരമാണ് എങ്കിലും കഴിയണം. അപ്പോഴാണ് നാം നമ്മുടെ കടമകളിൽ അഞ്ചാമത്തേത് നിർവഹിക്കുന്നത്. ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരായി, ശപിക്കാതെ അനുഗ്രഹിക്കുന്നവരായി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നാം തീരുന്നത് അപ്പോഴാണ്. അപ്പോസ്തലൻ വീണ്ടും പറയുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇവിടെ വേറൊരു ചിന്തയാണ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്താൽ പിന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടമില്ല എന്ന് വരുമല്ലോ. നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾ പ്രതികാരം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ദൈവമുമ്പിൽ കുറ്റക്കാരായി വരും. നിങ്ങൾ പ്രതികാരം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നീതിമാന്മാരെന്ന് വരും. തെറ്റ് ചെയ്തയാളത് തിരുത്തുന്നില്ലെങ്കിൽ കുറ്റം അവരുടെ മേൽ തന്നെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, അവരവർ ചെയ്തതിന് തക്ക പ്രതിഫലം വേണമല്ലോ. ദൈവം ആരെയും തിരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്നില്ല. നമ്മൾ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ദൈവവും അവരോട് ക്ഷമിക്കും എന്ന് തന്നെ നാം വിശ്വസിക്കണം. അവർ തെറ്റ് തിരുത്തുവാൻ അത് ഇടവരുത്തും. പലപ്പോഴും ക്ഷമിക്കാൻ കഴിയാത്ത മനസ്സ് നമ്മിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സമാധാനം അനുഭവിക്കാത്തവരായി ജീവിക്കേണ്ടി വരുന്നത്. ക്ഷമിക്കാൻ ഉള്ള മനസ്സ് നമ്മിലില്ലാത്തത് കൊണ്ടാണ് നാം സമാധാനം അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്തവരായി തീർന്ന് ജീവിക്കേണ്ടി വരുന്നത്. ഭാര്യയോട് ക്ഷമിക്കാൻ മനസ്സില്ലാത്ത ഭർത്താവിന് കുടുംബജീവിതത്തിൽ ഒരു കാലത്തും സമാധാനമുണ്ടാകില്ല. ഭർത്താവിനോട് ക്ഷമിക്കാൻ മനസ്സില്ലാത്ത ഒരു ഭാര്യയ്ക്ക് കുടുംബജീവിതത്തിൽ ഒരു കാലത്തും സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കട്ടെ. ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ സമാധാനം വന്ന് നിറയും. തർക്കമില്ല, നിറയും. ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം. ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളി കുറ്റം ചെയ്തിട്ടുണ്ടാകും. അത് ചെറുതല്ലാത്ത തെറ്റായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിച്ചില്ലായിരിക്കാം. നിങ്ങളെ പരസ്യമായി അപമാനിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളെ വേണ്ടവണ്ണം ബഹുമാനിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ ആ വ്യക്തിയോട് ക്ഷമിക്കുക. ക്ഷമിച്ചാൽ സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ സമാധാനം വരും. സത്യമായിട്ടും സമാധാനം വരും. ഇങ്ങനെയല്ലാതെ സമാധാനം വരാൻ മാർഗമില്ല. അപ്പോൾ ആ സിദ്ധാന്തം മറക്കണ്ട. ക്ഷമിക്കാൻ മനസ്സില്ലാത്തവർക്ക് ആയുഷ്കാലത്ത് സമാധാനം കിട്ടില്ല. സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. ക്ഷമിക്കാൻ മനസ്സുണ്ടെങ്കിൽ സമാധാനം വന്ന് നിറയും. അതിന് തർക്കമില്ല, അത് സത്യമാണ്. അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും സത്യമാണ്. മക്കൾക്ക് മാതാപിതാക്കളോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ അവരുമായി സമാധാനത്തിലിരിക്കാൻ കഴിയും. മാതാപിതാക്കൾക്ക് മക്കളോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ അവരുമായി സമാധാനത്തിലിരിക്കാൻ കഴിയും. കൂടപ്പിറപ്പുകൾക്ക് തമ്മിൽ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ കൂടപ്പിറപ്പുകൾ തമ്മിൽ സമാധാനത്തിലിരിക്കാൻ കഴിയും. പണ്ടെങ്കോ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ക്ഷമിക്കാൻ കഴിയാതെ
വൈരാഗ്യം ഉള്ളിൽ പെരുപ്പിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടല്ലേ സഹോദരങ്ങൾക്കിടയിൽ സമാധാനമില്ലാത്തത്. യേശുക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് ക്ഷമിക്കാൻ കഴിയും. യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ക്ഷമിക്കാൻ കഴിയും. ക്ഷമിക്കാൻ കഴിയാത്തവർക്ക്, പൊറുക്കാൻ കഴിയാത്തവർക്ക്, പ്രതികാരം ചെയ്യാൻ മനസ്സ് വയ്ക്കുന്നവർക്ക് ഈ രക്ഷയുടെ സന്തോഷം ഇതുവരെ അനുഭവേദ്യമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കണ്ണടച്ചാൽ ഇരുട്ടാകും, അത് കണ്ണടച്ചവർക്ക് മാത്രമേ ആകുന്നുള്ളൂ. ഞാൻ കണ്ണടച്ചിട്ടിപ്പോൾ ലോകം മുഴുവൻ ഇരുട്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടാകില്ല, എൻ്റെ ഭോഷത്വമാണ് അത് എന്ന് വരും. അതുകൊണ്ട് ദൈവമക്കളെ, ജീവിതത്തെ പുനഃപരിശോധിപ്പാൻ ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. ഒടുവിലാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ അറിഞ്ഞ് അവന് ഭക്ഷണം കൊടുക്കുക. നിന്നോട് ഞാൻ പക വീട്ടുന്നുവെന്ന ഭാവത്തിലല്ല, സ്നേഹത്തോടെ കൊടുക്കുക, സമാധാനത്തോടെ കൊടുക്കുക. അത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ തലയിൽ തീക്കനൽ കോരിയിട്ടതുപോലെ അവന് പൊള്ളും. സ്നേഹത്തോടെ നീ അവനെ സൽക്കരിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു തൂകും. ദാഹിക്കുന്നുവെങ്കിൽ നീ കുടിക്കാൻ കൊടുക്കുക. അപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, തിന്മയോട് തോൽക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. തിന്മയ്ക്ക് പകരം നന്മ ചെയ്ത് നന്മയാൽ തിന്മയെ ജയിക്കുക. ഇതാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അഞ്ചാമത്തെ കടമയെന്ന് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ വലിയ ചില ദർശനങ്ങൾ കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, പുതിയ ചില കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പുതിയ ചിത്രം വരയ്ക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആയിത്തീരുവാൻ കൃപയാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആറാമത് ഒരു കടമ കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ 5 കടമകൾ പറഞ്ഞത് 5 മേഖലകളിലാണ്. 1, ദൈവത്തോട് സമ്പൂർണ്ണ സമർപ്പണം. 2, എന്നോട് ഞാൻ അഹന്ത വെടിഞ്ഞ് വിനയം പഠിക്കണം. 3, എൻ്റെ സഭയോട് എനിക്ക് ലഭിച്ചതായ സകല വരദാനങ്ങളും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ വിനിയോഗിക്കണം. 4, എൻ്റെ സഹജീവികളോട് നിരന്തര സ്നേഹത്തിലൂടെ ഞാൻ അവരെ എന്നോടൊപ്പം നയിക്കണം. 5, എൻ്റെ ശത്രുവിനോട് പ്രതികാരം ചെയ്യരുത്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. 6ാമത്തെ കടമ ഞാൻ ജീവിക്കുന്ന രാജ്യത്തോടാണ്, രാഷ്ട്രത്തോടാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന് താൻ ആയിരിക്കുന്ന സമൂഹത്തോട്, രാജ്യത്തോട്, ഭരണ സംവിധാനങ്ങളോട് ചില കടമകളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അത് വരയിട്ട് പറയുന്നത് 13-ാം അധ്യായത്തിലാണ്. 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ തിരുവചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, രാഷ്ട്രത്തിൻ്റെ സകല നിയമത്തെയും അനുസരിക്കുന്നവരായി നിങ്ങൾ തീരണം. നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സകല നിയമങ്ങളും നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ അതിനെ വെല്ലുവിളിക്കുന്നവരല്ല, അനുസരിക്കുന്നവരായി നിൽക്കണം. അത് രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് ചെയ്യാൻ കഴിയണം. ഈ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല, ദുഷ്പ്രവൃത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥാനത്തെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. ഇത് രാജഭരണകാലത്തെക്കുറിച്ച് പറഞ്ഞതാണ്. നിൻ്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ സഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവശുശ്രൂഷകൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വളരെ ആഴമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് ആളുകളെല്ലാം നിയമം തെറ്റിക്കുക, നിയമം ലംഘിക്കുക, നിയമത്തെ വെല്ലുവിളിക്കുക, നിയമത്തെ ചോദ്യം ചെയ്യുക, ഇതിന് വെമ്പലുള്ളവരാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറ്റവാളിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന് അങ്ങനെ ആകാൻ കഴിയില്ലെന്ന്.
ഇങ്ങേയറ്റം ഒരു ട്രാഫിക് റൂള് പോലും നമ്മൾ പാലിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെ അത് വയലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. എങ്ങനെ അതിനെ നമുക്ക് മറികടക്കാം, അല്ലെങ്കിൽ എങ്ങനെ അത് തെറ്റിക്കാം? പ്രിയപ്പെട്ടവരെ, എങ്ങനെ ടാക്സ് കൊടുക്കാതിരിക്കാം, എങ്ങനെ നികുതി വെട്ടിക്കാം, എങ്ങനെ ചുങ്കം വെട്ടിക്കാം, എങ്ങനെ സ്ഥലം രജിസ്ട്രേഷൻ നടത്തുമ്പോൾ സർക്കാരിന് കൊടുക്കേണ്ടതായ പണം കൊടുക്കാതെ മോഷ്ടിക്കാം, വെട്ടിക്കാം. അതിന് ഉദ്യോഗസ്ഥ പ്രമുഖന്മാരും കൂട്ടുനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ അതിൽ നിന്ന് കൊള്ളലാഭം എടുക്കുന്നുണ്ട്, കൈക്കൂലി വാങ്ങുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം, നിയമവ്യവസ്ഥയോട്, നാം ജീവിക്കുന്ന രാജ്യത്തോട് നമുക്കൊരു കൂറ് വേണം. സത്യമായിട്ട് നാം ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ പാലിക്കുന്നവരാണ് ഈ രാജ്യത്തെ ആളുകളെങ്കിൽ, കൃത്യമായി നികുതി കൊടുക്കുന്നവരാണ് ഇവിടുത്തെ ആളുകളെങ്കിൽ, നിയമം പാലിക്കുന്നവരാണ് ഇവിടുത്തെ ആളുകളെങ്കിൽ, ഈ രാജ്യത്ത് ഒരു പട്ടിണിക്കാരും കാണില്ല. ഭരണാധികാരികൾ ഉൾപ്പെടെ ഈ വ്യവസ്ഥ പാലിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. നിയമമെല്ലാം വളരെ മനോഹരമാണ്. അത് വളരെ ചിന്തിച്ചും വളരെ പഠിച്ചും രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിന് പഴുതുകൾ കണ്ടെത്തി ആ പഴുതുകളിലൂടെ അത് തെറ്റിക്കുക എന്നുള്ളതാണ് ഇന്ന് ഒത്തിരി പേരുടെ ജീവിത പ്രവണത. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ പഴുതുകൾ കണ്ടെത്തി നിയമം തെറ്റിക്കുന്നവരാരും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. നിയമം പാലിക്കുന്നവരായി നമ്മൾ മാറണം. ഭരണകർത്താക്കൾ നമ്മുടെ മേൽ വയ്ക്കുന്നതായ വ്യവസ്ഥകൾ നാം പാലിക്കണം. നിയമം നമ്മുടെ മേൽ അനുശാസിക്കുന്ന എല്ലാ ചുമതലകളും കടമകളും നാം നിർവഹിക്കണം. അത് നിർവഹിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ആത്മീക സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കളാണെന്ന് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിയമസംഹിതയോടുള്ള വെല്ലുവിളിയും നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ എവിടെയാണ് നമ്മുടെ ക്രിസ്തീയത എന്ന ഒരു ചോദ്യം ബാക്കിയുണ്ട്. എന്താണിന്ന് വ്യത്യാസം? നിയമമെല്ലാവരും ഒരുപോലെ ലംഘിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നുവെന്ന് പറയുന്നവനും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവനും ഒരുപോലെ നിയമം ലംഘിക്കുന്നു. യാതൊരു നീതിബോധവും നമ്മളെ ഭരിക്കുന്നില്ല. അനീതി പ്രവർത്തിക്കാൻ നമുക്ക് മടിയില്ല. ഈ വാക്കുകളിലൂടെ ഞാൻ വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും മറ്റാരെയുമല്ല, എന്നെ തന്നെയാകുന്നു. പ്രിയപ്പെട്ടവർ, ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരു യഥാർത്ഥ ദൈവ പൈതലാണെന്ന് ഈ നിയമവ്യവസ്ഥയെ പാലിച്ചുകൊണ്ട് അടയാളപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ലോകത്തിൻ്റെ മുമ്പിൽ, എങ്ങനെയാണ് കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് നിവർന്നു നിൽക്കാൻ കഴിയുക? നമ്മളൊക്കെ ജീവിതത്തെ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. വളരെ ചെറിയ നിയമം പോലും നാം തെറ്റിക്കുന്നു. പിന്നെ വലിയ നിയമങ്ങളെക്കുറിച്ച് നാം പറയേണ്ടതില്ലല്ലോ. അടി മുതൽ മുടി വരെ എല്ലാവരും നിയമലംഘകരായി മാറുന്നു. എല്ലാവരും എല്ലാ നിയമാവലികളെയും വെല്ലുവിളിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകളെല്ലാം കൃത്യമായി ടാക്സ് കൊടുക്കുമെങ്കിൽ ഇവിടെ ഒരു കാര്യത്തിനും ഒരു കുറവും വരില്ലായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഗവൺമെൻറ് പോലും അർഹതപ്പെട്ടതിലധികം ടാക്സ് ആളുകളിൽ നിന്ന് ബലമായി പിടിക്കുന്നത്. എന്നാൽ ഒരു പറ്റം ആളുകൾ ടാക്സ് കൊടുക്കുന്നുമുണ്ട്. അതിന് പരിമിതിയുമുണ്ട്. വേറൊരു പറ്റം ആളുകൾ ഒരു ടാക്സും കൊടുക്കുന്നില്ല. നികുതി കൊടുക്കണമെന്ന് അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാനം കാണിക്കേണ്ടവനോട് മാനം കാണിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം കൊടുക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പാലിക്കണം ഒരു ദൈവ പൈതൽ. ഞാൻ ദൈവ പൈതലാണ്, സ്വർഗരാജ്യത്തിലെ പ്രജയാണ്, ഭൂമിയിലെ നിയമങ്ങളൊന്നും എനിക്ക് ബാധകമല്ല, ഇവിടുത്തെ നിയമങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ചിലരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ചിലരൊക്കെ അങ്ങനെ ഈ ലോകത്തിൻ്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ട്. തെറ്റാണ്, തികച്ചും തെറ്റാണ്. ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമാവലിയോടെ നീതി പുലർത്താത്തവരാരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെന്ന് അവകാശപ്പെടരുത്. അതിൽ യുക്തിയില്ല. അത് ദൈവവചനമനുസരിച്ചും തെറ്റാണ് എന്ന് ഇന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയോട്, ഭരണ സംവിധാനങ്ങളോട് വ്യക്തമായ കൂറും വിശ്വസ്തയും പുലർത്തുന്നവരും സമർപ്പിതരുമായി ജീവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ, അനുഗ്രഹം തരട്ടെ എന്ന് ഈ ചിന്തകളിലൂടെ ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം, സമർപ്പണം ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ തുടർ ചിന്തകൾ വീണ്ടും കാത്തിരിക്കുക. വേറെയും ചില ഉത്തരവാദിത്വങ്ങൾ നമ്മുടെ മേൽ അപ്പോസ്തലനായ പൗലോസ് വയ്ക്കുന്നുണ്ട്. അത് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, രക്ഷിക്കപ്പെട്ട നീതീകരിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ ചുമതലകളെ വിശകലനം ചെയ്ത് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ
കർത്താവെ, ശത്രുവിനോട് പ്രതികാരം ചെയ്യരുതെന്ന് അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ദൈവമേ, ഞങ്ങളിപ്പോഴും ആ പ്രതികാരദാഹമുള്ളവരാണ്. ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ആ തെറ്റ് ഞങ്ങൾ തിരുത്തട്ടെ, ഞങ്ങൾ വിനയപ്പെടട്ടെ. ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും അവർക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്നവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അവരോട് ക്ഷമിക്കുന്നവരുമായി ഞങ്ങളെ തീർക്കണമേ. അതോടൊപ്പം ദൈവമേ, ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്നവരും അത് പാലിക്കുന്നവരുമായി ഞങ്ങൾ തീരണമെന്ന് വ്യക്തതയോടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അങ്ങേക്ക് സ്തോത്രം. ഈ കേട്ട ചിന്ത ജീവിതത്തിൽ സ്വാംശീകരിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ ദർശനങ്ങളും പുതിയ സമർപ്പണങ്ങളും തരണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം കർത്താവ് എടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.